إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم أولا بتقوى الله. ഏറെ സ്നേഹാദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടു കൂടി പരിപൂർണമായും കർമ്മങ്ങളെ നിയന്ത്രിക്കണേ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഈമാനും ഹിദായത്തും നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, ഇന്ന് ജൂൺ 5 വെള്ളിയാഴ്ചയാണ്. അപ്പോ നമ്മുടെ നാടൊട്ടുക്കും പരിസ്ഥിതി ദിനവുമായി പരിസ്ഥിതിക്ക് വേണ്ടി ജനങ്ങൾ വാദഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? അല്ലെങ്കിൽ ഇസ്ലാം ഈ വിഷയത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്ന ചെറിയ ഒരു ചിന്തയാണ് നമ്മുടെ ഖുത്ബയിൽ നടത്തുന്നത്. സൂറത്ത് യാസീനിലെ 36-ാം സൂറത്തിലെ 34, 35 ആയത്തുകളാണ് നാം ഓതി കേൾപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം, ഒരു വിശ്വാസി അവന്റെ നേതൃപരമായ ദൗത്യം നിർവഹിക്കേണ്ട ഒരു മേഖലയാണ് പരിസ്ഥിതിയും പരിസരവും ശ്രദ്ധിക്കുക എന്നുള്ളത്. അതിൽ കുട്ടികളെന്നോ അധ്യാപകരെന്നോ ഭരണവർഗത്തിലിരിക്കുന്നവരെന്നോ ഭർത്താവെന്നോ ഭാര്യയെന്നോ മാതാവെന്നോ പിതാവെന്നോ മക്കളെന്നോ വ്യത്യാസം ഇല്ല. എല്ലാവരും നേതൃപരമായ പങ്ക് വഹിക്കേണ്ടുന്ന, ഒരു കയ്യൊപ്പ് ചാർത്തേണ്ടുന്ന മേഖലയാണ് പരിസ്ഥിതി വിഷയവും പരിസര വിഷയവും. മൊത്തത്തിൽ മനുഷ്യൻ ചിന്തിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യണം എന്ന് ഖുർആൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് സൂറത്ത് യാസീനിലെ 32-ാമത്തെ ആയത്ത് മുതൽ 33, 34, 35 ആയത്തുകൾ. വഅയത്തുൽ ലഹുമുൽ അർളുൽ മൈതത്തു, ഭൂമി മരിച്ചതായിരുന്നു. ആ ഭൂമിയെ അഹ്യൈനാഹ, നാം ജീവൻ കൊടുത്തു. ഒരു മാസം മുന്നേ നമ്മുടെ നാട്ടിലെ വയൽപ്പാടങ്ങൾ അങ്ങനെയായിരുന്നു. വഖറജ്നാ മിൻഹ, ആ ജീവൻ വന്ന ഭൂമിയിൽ നിന്നും
നാം പുറത്തേക്ക് കൊണ്ടുവന്നു ഹബ്ബൻ, ധാന്യമണികളെ. ഫമിൻഹു യഅ്കുലുൻ, എന്തിനാണ് ആ ധാന്യമണികൾ? നമുക്ക് ഭക്ഷിക്കുവാനായിരുന്നു. വജഅൽനാ ഫീഹ, അങ്ങനെ ആ ഭൂമിയിൽ നാം സംവിധാനിച്ചത് ജന്നാത്തിൻ, തോട്ടങ്ങളാണ്. ആ തോട്ടങ്ങളുടെ പ്രത്യേകത എന്താണ്? മിൻ നഖീലിൻ, ഈ തപ്പനത്തോട്ടമുണ്ട്. വ ഐനാബിൻ, ഐനബ്, മുന്തിരിത്തോട്ടങ്ങളുണ്ട്. വ ഫജ്ജർന ഫീഹ മിനൽ ഉയൂൻ, നല്ല അരുവികൾ ഒഴുകുന്ന ഭാഗങ്ങളും ഈ ദുനിയാവിൽ കാണാൻ സാധിക്കുന്നതാണ്. എന്തിനാണ് ഈ തോട്ടങ്ങളുടെ പ്രത്യേകത? എന്താണ്? ലിയഅ്കുലു മിൻ സമരിഹി, ആ തോട്ടങ്ങൾ ഉണ്ടാകുമ്പോ അതിൽ പഴവർഗ്ഗങ്ങൾ ഉണ്ടാകും, കായ്ക്കനികൾ ഉണ്ടാകും. ലിയഅ്കുലു, അത് തിന്നുവാൻ വേണ്ടിയിട്ടായിരുന്നു. വമാ അമിലതുഹു ഐദിഹിം അഫലാ യശ്കുറൂൻ, അപ്പൊ ഈ രൂപത്തിൽ കായ്ക്കനികളൊക്കെ തിന്നുമ്പോ ആ ഫലാ യശ്കുറൂൻ, നന്ദി കാണിക്കുന്നില്ലേ എന്നൊരു ചോദ്യമാണ്. നമ്മൾ ഹോട്ടലിൽ കയറി ഒരു ചായയും ഒരു വടയും കഴിക്കുമ്പോ അതിൽ എങ്ങനെയാണ് ഈ ഒരു പ്രക്രിയ ചായയായി മാറിയത് എന്നൊരു ചിന്ത നടത്തേണ്ടത് നമുക്ക് ആവശ്യമാണ് എന്നർത്ഥം. ഭൂമിയിൽ ചെടികളുണ്ട്, ചെടികൾ മുളക്കുന്നു. ഒരു വിത്ത് നടുമ്പോ അത് കുഴിച്ചു മൂടുകയാണ്. വിത്തിനെ നമ്മൾ കുഴിച്ചു മൂടുകയാണ്. പൊതുവെ എപ്പോഴാ കുഴിച്ചു മൂടുക? മരിച്ചാൽ കുഴിച്ചു മൂടും. ഓനെ കുഴിച്ചു മൂടി നമ്മൾ പറയാ, പിന്നെ ഒരിക്കലും പുറത്തേക്ക് വരില്ല. പക്ഷെ വിത്തുകൾ അങ്ങനെ ആരാരും കാണാത്ത രൂപത്തിൽ മണ്ണിട്ട് മൂടിയതിനു ശേഷം ആ ഭൂമിയെ പിളർത്തിക്കൊണ്ട് വരികയാണ്. എന്നാണ്. അങ്ങനെ അത് ഭൂമിയെ ഇളക്കി മറിച്ചുകൊണ്ട് ആ വിത്തുകൾ പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? സൗജുൻ ബഹീജ്, വർണ്ണശബളമായ ഭംഗിയുള്ള അലങ്കാരമുള്ള ചെടികളായി മാറുകയാണ്. 2 ആഴ്ച മഴ പെയ്തു കഴിഞ്ഞാൽ നാം ഒരു പറമ്പിലോ വയലുകളിലോ പോകുമ്പോ ആ പച്ചപ്പ് കാണുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു 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 മനോഹാരിതയുണ്ട്. നമ്മുടെ ഫോട്ടോയിൽ പോലും ബാക്ക്ഗ്രൗണ്ട് എന്താ ചെയ്യുക? പ്രകൃതി രമണീയത വെക്കാറുണ്ട്. അപ്പൊ ആ പച്ചപ്പുകൾക്കുള്ള ഒരു ഭംഗി ഖുർആൻ പറയാണ്, അഫല യശ്കുറൂൻ, നിങ്ങളിങ്ങനെ കാണുമ്പോഴും തിന്നുമ്പോഴും നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ എന്നാണ്. പരിസ്ഥിതിയോട് എനിക്കും നിങ്ങൾക്കുമുള്ള ഒന്നാമത്തെ കടപ്പാട് നന്ദി ഉണ്ടാവണം. ആരോട് നന്ദി കാണിക്കേണ്ടത്? ഇത് താനെ ഉണ്ടായതാണോ? അല്ല. ആകാശ ലോകത്തു നിന്ന് മഴ പെയ്തപ്പോഴാണ് ഉണ്ടായത്. ആയത്തുകൾ ഉദ്ധരിക്കുന്നില്ല. ആകാശ ലോകത്ത് മഴ പെയ്തപ്പോഴാണ് ഇതൊക്കെ മുളച്ചത്. ഈ മുളച്ചതിന്റെ ഫലമാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. ആ ചെടികൾ മുളച്ചത് കൊണ്ടാണ് ഇവിടെയുള്ള ജീവജാലങ്ങൾ ഉള്ളത്. നാം മാംസം ഭക്ഷിക്കുന്നു, മാട്ടിറച്ചി കഴിക്കുന്നു, ആട്ടിറച്ചി കഴിക്കുന്നു. ഈ ജീവികൾ നിലനിൽക്കുന്നത് ഈ ജീവജാലങ്ങളുള്ളത് കൊണ്ടാണ്, സസ്യങ്ങളുള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഭക്ഷണമായി എന്ത് ലഭിക്കണമെങ്കിലും സസ്യങ്ങൾ ഈ ഭൂമിയിൽ നിർബന്ധമാണ്. അതാണ് ഖുർആൻ ഒന്നുകൂടി പറഞ്ഞത്, ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തുആമിഹി, സൂറത്ത് അബസയിൽ പറഞ്ഞ പ്രയോഗമാണ്. ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തുആമിഹി, അവൻ അവന്റെ ഭക്ഷണത്തിലേക്ക് നോക്കുന്നില്ല എന്നാണ്. എന്താ ഭക്ഷണത്തിന്റെ പ്രത്യേകത? കുറെ പ്രത്യേകതകൾ പല സൂറത്തിൽ പറഞ്ഞു. അന്ന സ്വബബിനൽ മാഅ സ്വബ്ബ, ആ വെള്ളം തുരുതുരയായി മേഘങ്ങളെ കീറിക്കൊണ്ട് വരുമ്പോ സുമ്മ, അതിനുശേഷം പിന്നെ ശഖഖനൽ അർള ശഖ, ഭൂമിയെ പിളർത്തി കളയുകയാണ്. അപ്പൊ ഭൂമിയെ നേരത്തെ പറഞ്ഞതുപോലെ വിത്ത് മണ്ണിട്ട് മൂടി, ആ മണ്ണിട്ട് മൂടിയ വിത്തുകളെ ഭൂമി പിളർത്തിക്കൊണ്ട് വരികയാണ്. വിത്തുകൾ ശഖഖനൽ അർള ശഖ, അല്ലെ? എന്തിനു വേണ്ടി? മതാഅൻ ലക്കും വ ലിഅൻആമിക്കും, മതാഅയിട്ടാണ്, വിഭവമായിട്ടാണ്. ആർക്കുള്ള വിഭവം? ലക്കും, നിങ്ങൾക്കുള്ള വിഭവമാണ്. നിങ്ങൾക്ക് മാത്രമാണോ? അല്ല. വലിഅൻആമിക്കും, നിങ്ങളുടെ നാൽക്കാലികൾക്കുമാണ്. അപ്പൊ നിങ്ങൾക്കും നാൽക്കാലികൾക്കും ഭക്ഷിക്കുവാൻ ആവശ്യമായ സസ്യങ്ങൾ ഭൂമി ലോകത്തുണ്ട്. ആ സസ്യങ്ങൾ ഇല്ലെങ്കിൽ ജീവജാലങ്ങൾ ഇല്ല എന്നാണ്. നമുക്കറിയാലോ, ഒരു സൂറത്ത് തുടങ്ങുന്നത് തന്നെ വത്തീനി വസ്സൈത്തൂൻ എന്ന് പറഞ്ഞിട്ടാണ്, തീൻ എന്ന് പറഞ്ഞിട്ടാണ്. വത്തീനി വസ്സൈത്തൂൻ, അത്തീൻ അത്തിപ്പഴം, സൈത്തൂൻ, ഇതൊക്കെ പറഞ്ഞ് ഖുർആൻ തുടങ്ങുന്നു. ഏകദേശം 30-ലധികം
കാർഷിക വിഭവങ്ങളെ പറഞ്ഞു പരിചയപ്പെടുത്തുന്നു ഖുർആൻ. എന്തിനാണ് ഈ കാർഷിക വിഭവങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്? എന്നിട്ട് ഖുർആൻ പറഞ്ഞു വസ്തഅമറുകും ഫീഹാ, നിങ്ങൾ അതിനെ ഇസ്തിഅമാർ ചെയ്യണം. ഇസ്തിഅമാർ എന്ന് പറഞ്ഞാൽ പരിപാലിക്കണം എന്നാണ്. അപ്പൊ ഈ കായ്ക്കനികളുടെ സസ്യങ്ങളുടെ പേരുകൾ ഖുർആൻ പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ ഖുർആൻ പറഞ്ഞ പ്രയോഗമാണ് വസ്തഅമറകും ഫീഹാ, നിങ്ങൾ അതിൽ ഇസ്തിഅമാർ നടത്തണം, പരിപാലനം നടത്തണം. ആര് നടത്തണം? നിങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികളോടുള്ള ഖുർആനിന്റെ അള്ളാഹുവിന്റെ കൽപ്പനയാണ് നിങ്ങൾ പരിപാലനം നടത്തണം എന്നുള്ളത്. എന്താ കാരണം? ഭൂമിയിൽ സജീവത ഉണ്ടാവണം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നുണ്ട്. അതിൽ യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു സ്വപ്ന വ്യാഖ്യാനം നടത്തുന്ന സംഗതി വരുന്നുണ്ട് ഖുർആൻ സൂറത്ത് യൂസുഫിൽ 12ാമത്തെ സൂറത്തിൽ. അതിൽ ഖാല തസ്റഊന, അവിടെയും പറഞ്ഞത് ഒരു കൃഷിയെ കുറിച്ചായിരുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തുകൊണ്ട്? രാഷ്ട്രത്തിന്റെ പുരോഗതിക്കും എന്ത് വേണം? കൃഷി നിർബന്ധമാണ്. കൃഷിയില്ലാത്ത ഒരു കാലഘട്ടം സ്വപ്നം കാണാൻ നമുക്ക് സാധ്യമല്ല എന്നാണ്. കൃഷി എന്നുള്ള നാടിന്റെ വികസനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പഠിപ്പിച്ചത് കൃഷി ചെയ്യാൻ പഠിപ്പിച്ചത്, ഹദീസ് പഠിപ്പിച്ചത് അങ്ങനെയാണ്. മാത്രല്ല വമൻ കാന മിൻകും അർളൻ, നിങ്ങൾക്ക് ഭൂമി ഉണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങൾക്കൊരു ഭൂമി ഉണ്ടെങ്കിൽ ഫല്യഗ്രിസ്ഹാ, നിങ്ങൾ ആ ഭൂമിയിൽ കൃഷി നടത്തണം, ചെടി നടണം. വമൻ ലം യഗ്രിസ്ഹാ, നിങ്ങൾക്ക് ആരോഗ്യപരമായോ സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ നിങ്ങൾക്കത് സാധിക്കുന്നില്ല എങ്കിൽ ഫല്യഗ്രിസ്ഹാ അഹാക, നീ നിന്റെ സഹോദരന് അത് വിട്ടുകൊടുക്കണം. മറ്റൊരു റിപ്പോർട്ടിൽ ഫല്യഗ്രിസ്ഹാ അഹാഹു, അത് അതിന്റെ ആളുകൾക്ക് വിട്ടുകൊടുക്കണം. അപ്പൊ നമ്മുടെ കൃഷിസ്ഥലത്ത്, നമ്മുടെ പറമ്പിൽ നമുക്ക് കൃഷി ചെയ്യാൻ എന്തെങ്കിലും വിധേന അസൗകര്യമുണ്ടെങ്കിൽ കൃഷി താല്പര്യമുള്ളവർക്ക് കൃഷി ചെയ്യുവാൻ വേണ്ടി അനുവദിച്ചു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഉമർ റളിയല്ലാഹു കാലഘട്ടത്തിൽ പറഞ്ഞൊരു വാചകം, നിങ്ങൾ ഭൂമിയെ തരിശു ഭൂമിയായി ഒഴിവാക്കി വിടുകയാണെങ്കിൽ അതിനെ ഞാൻ പിടിച്ചടക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഒരു തോട്ടം ഉണ്ടെങ്കിൽ അതിൽ കൃഷി ഉള്ളതാക്കി മാറ്റേണ്ടതുണ്ട് എന്നർത്ഥം. മാത്രല്ല സൽമാൻ അൽ ഫാരിഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു കൃഷിത്തോട്ടം വാങ്ങിയെന്നാണ്. അദ്ദേഹം റസൂലിനോട് പറയാൻ, നബിയെ എനിക്ക് 300 ഈത്തപ്പന തൈകൾ ഈ കൃഷിത്തോട്ടത്തിൽ നടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അത്രയും തൈകൾ എനിക്ക് കിട്ടാനില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്, ആർക്കെങ്കിലും കയ്യിലുള്ള ഈത്തപ്പന തൈകൾ എത്തിക്കാൻ പറ്റുമെങ്കിൽ സൽമാൻ എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ഓരോരുത്തരും എത്തിച്ചു കൊടുത്തു. 300ഓളം ഈത്തപ്പന തൈകൾ അദ്ദേഹത്തിന് ലഭിച്ചു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്, ആ 300 ഈത്തപ്പന തൈകളും ഞാൻ നട്ടുകൊള്ളാം എന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈത്തപ്പന തൈകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നട്ടിരുന്നു എന്നാണ്. നമ്മുടെ നാട്ടിലുള്ള ഉസ്താദുമാരുടെ, ഹത്തീബുമാരുടെ, ഇമാമുമാരുടെ, സെക്രട്ടറിമാരുടെ, പ്രസിഡന്റുമാരുടെ ഒക്കെ ബാധ്യതയാണ് അത് എന്നർത്ഥം. ഞാൻ വലിയൊരാളാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട സംഗതിയല്ല എന്നർത്ഥം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൽമാൻ ഫാരിസിയുടെ ആ തോട്ടത്തിൽ 300ഓളം ഈത്തപ്പന തൈകൾ നട്ടിരുന്നു. അതൊക്കെ പിന്നീട് കഴിക്കുകയും ചെയ്തു എന്നൊക്കെ ചരിത്രങ്ങളിലും ഹദീസുകളിലും വിശദീകരിക്കുന്ന കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ താല്പര്യമായിരിക്കണം അത്, എന്ത് നടുക, കൃഷി നടുക എന്നുള്ളത്. നമുക്കറിയുന്ന നിരവധി ഹദീസുകൾ ഈ വിഷയത്തിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷിഭൂമി നാം എന്ത് ചെയ്യണം? നല്ല വിഭവമുള്ളതാക്കി മാറ്റണം. ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം ചെടി നട്ടു അല്ലെങ്കിൽ കൃഷി നട്ടു, അത് സദഖയാണ്. നമുക്ക് ഒരുപാട് സദഖകൾ പരിചയമുണ്ട്. സദഖയുടെ മഹത്വം നമുക്കറിയാം. സദഖയെ കുറിച്ച് പറഞ്ഞപ്പോ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞൊരായത്ത് എപ്പോഴും നാം കേൾക്കുന്ന ആയത്താണ്. ഒരാൾ ഒരു ചെടി നട്ടാൽ, ഒരു കതിര് നട്ടാൽ, ആ ഒരു നെല്ല് നമ്മുടെ നാട്ടിലുള്ള സുലഭമായ സംഗതിയാണല്ലോ. ഒരു നെല്ല് നട്ടാൽ ആ നെല്ല് മുളക്കുന്നു, നെൽച്ചെടി വളരുന്നു. നെൽച്ചെടിയിൽ എത്ര കതിരുകൾ ഉണ്ടാവുക? ഒരുപാട് കതിരുകൾ വരും. ഒരു കതിരിൽ എത്ര നെല്ല വരിക? ഒരുപാട് നെല്ലുകൾ ഉണ്ടാകും. ഖുർആൻ പറഞ്ഞ ഒരു ഉദാഹരണമാണിത്. അങ്ങനെ ഒരുപാട് ധാന്യമണികൾ ഉണ്ടാകുന്നത് പോലെയാണ് സ്വതക്ക എന്നാൽ. 10 കൂലിയാണെങ്കിലും ഒരാൾ ഒരു ദാനം ചെയ്താൽ അത് ഈ നെൽമണികൾ പോലെ, ഒരു നെൽമണിയിൽ ഒരുപാട് കതിരുകളും
ആ ഒരുപാട് കതിരുകളിൽ ഒരുപാട് നെന്മണികളും ഉണ്ടാകുന്നത് പോലെ നിയ്യത്തനുസരിച്ച് അള്ളാഹു പ്രതിഫലം ഇരട്ടി ഇരട്ടി ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നാണ്. അള്ളാഹു നമുക്കത് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അപ്പൊ ഈ രൂപത്തിൽ ചെടി നടുന്നതിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങൾ ചെടി നട്ടാൽ അല്ലെങ്കിൽ കൃഷി ചെയ്താൽ ഫഹുവ സദഖത്തുൻ, അത് സദഖയാണ് എന്ന് പഠിപ്പിച്ചു. നമുക്ക് പരിചയമുള്ള സദഖ സാമ്പത്തികമായ സദഖയാണെങ്കിൽ ഒരാൾ നടുമ്പോ അത് സദഖയാണ്. സഹാബികൾ ചോദിക്കുകയാണ്, എങ്ങനെയാണ് നബിയെ അത് സദഖയാവുക എന്ന് പറയാൻ? മറ്റൊരു ഹദീസ് കൂടി പറയാം. അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രായമായി വയോവാർദ്ധക്യത്തിലെത്തി. ആ വയോവാർദ്ധക്യത്തിലെത്തിയപ്പോ അദ്ദേഹം ഒരു ചെടി നടുകയായിരുന്നു. പിന്നാലെ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, നിങ്ങൾക്ക് എന്തിന്റെ ആവശ്യം? നിങ്ങൾ മരിക്കാറായി, നിങ്ങൾ പ്രായമായി, ഇത് നട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരത്തിനെത്തും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ ചെടി നട്ടതിനു ശേഷം ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല, ഞാൻ പ്രായമായിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നും ഏതെങ്കിലും തേളുകൾ, പ്രാണികൾ ഭക്ഷണം കഴിച്ചാൽ, അവ ഇതിൽ നിന്നും അനുഭവിച്ചാൽ അതിന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കുമല്ലോ, അതുകൊണ്ട് ഞാനൊരു സ്വതക്ക ചെയ്യുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. പ്രായമായവരെ, നമ്മൾ കഴിക്കുന്നതൊന്നും നമ്മൾ കൃഷി ചെയ്തതല്ല എന്നൊരു ബോധമെങ്കിലും സ്വാഭാവികമായ രൂപത്തിൽ നമുക്കുണ്ടാവേണ്ടതാണ്. അതിനാൽ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇത് എനിക്ക് കഴിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് ഇത് സദഖയാണ് എന്ന ബോധമാണ് എന്നെ പ്രേരിപ്പിച്ചത് എന്നുള്ള കാര്യമാണ്. മറ്റൊന്ന് ജലത്തിന്റെ കാര്യമാണ്. പരിസ്ഥിതിയെ കുറിച്ച് പറയുമ്പോൾ ജലം, ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ജലത്തിന് വേണ്ടിയായിരിക്കും എന്നൊക്കെ ചിലരൊക്കെ പറയാറുണ്ട്. അല്ലാഹു അഅലം, എന്തോ ആയിക്കോട്ടെ, നമുക്ക് ആ വിഷയമല്ല. എന്തായാലും മഴക്കാലം വന്നു, മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു, വെള്ളം സുലഭമാണ്. എങ്കിലും വെള്ളത്തിന്റെ വിഷയത്തിൽ അമിതമായ ഉപയോഗം നമുക്ക് പാടില്ല. നമ്മൾ കുളിക്കുമ്പോ, വുളു ഉണ്ടാക്കുമ്പോ ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് വെള്ളത്തിന് ചെലവാക്കൽ. നിങ്ങൾ കടലിൽ നിന്ന് വെള്ളം വുളു എടുക്കുകയാണെങ്കിലും കടലിൽ വെച്ച് വുളു ഉണ്ടാക്കുകയാണെങ്കിലും അവയവം എത്ര തവണ കഴുകാൻ പാടുള്ളൂ? 3 തവണ മാത്രമേ കഴുകാൻ പാടുള്ളൂ എന്നാണ്. എങ്കിൽ അമിതമായ ഉപയോഗം, തിന്നുമ്പോൾ പോലും പറഞ്ഞു കുലു വശ്റബു, തിന്നണം കുടിക്കണം, പക്ഷേ വല തുസ്രിഫു, അമിതമാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് വെള്ളം ഉപയോഗിക്കുമ്പോൾ മഴക്കാലമാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വശമാണ്. അതോടൊപ്പം തന്നെ പരിസ്ഥിതിയെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവർക്ക്, അന്യർക്ക് പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ, പ്രത്യേകിച്ച് മഴയാൽ നമ്മുടെ വെള്ളത്തിന്റെ, വീട്ടിന്റെ മുകൾ ഭാഗത്തുള്ള വെള്ളം എവിടെ കൊടുക്കണം എന്നുള്ള വെപ്രാളത്തിലാണ് നമ്മൾ ഉണ്ടാവുക. ഈ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ വീടുകളുടെ ചുറ്റുവട്ടങ്ങൾ. എങ്കിൽ അന്യന്, നമ്മുടെ അപ്പുറത്തുള്ള വീട്ടുകാരന് പ്രയാസമുള്ള രൂപത്തിൽ വെള്ളം ഒഴുക്കുന്നുണ്ടോ എന്ന ഒരു ചിന്ത, ഒരു ശ്രദ്ധ നമ്മൾ നടത്തേണ്ടതാണ്. എനിക്ക് പ്രശ്നമില്ലാതിരുന്നാൽ മതി, അവനെന്തോ ആയിക്കോട്ടെ എന്ന ഒരു തോന്നൽ ഒരു വിശ്വാസിക്ക്, ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല. വഴിയിലെ ഒരു മരത്തിന്റെ ഒരു കൊമ്പ് മുറിച്ച കാരണത്താൽ സ്വർഗമാണ് എന്ന് പഠിപ്പിച്ചത് ഹദീസാണ്. ഈമാൻ 70 70 ചില്ലാനമാണ്, 70ഓളം ഭാഗമാണ് എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതിൽ അവസാനത്തെ ഭാഗം എന്താണ്? ഇമാഅത്തുൽ അദാ അനി ത്വരീഖി എന്നാണ്. 3 രൂപത്തിൽ ആ ഹദീസിന്റെ പ്രയോഗം വന്നിട്ടുണ്ട്. ഒരു രൂപം അതാൻ ഈമാനിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു. വഴിയിലെ ബുദ്ധിമുട്ട് മാറ്റൽ അത് ഈമാന്റെ ഭാഗമാണ്. മറ്റൊരു ഹദീസിൽ വന്നത് വഴിയിലെ ബുദ്ധിമുട്ട് മാറ്റൽ അത് സ്വതക്കയാണ്. മറ്റൊരു ഹദീസിൽ വന്ന പ്രയോഗം വഴിയിലെ ബുദ്ധിമുട്ടുകൾ മാറ്റൽ അത് സ്വർഗമാണ് എന്നാണ്. അത് ഈ ഹദീസുമായി ബന്ധപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ സ്വർഗത്തിലെത്തി, എന്റെ റബ്ബേ, ഞാൻ സ്വർഗത്തിലെത്താൻ മാത്രം അമലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോ ആ മനുഷ്യനോട് അള്ളാഹു പറഞ്ഞത്, നീ ഒരു മരത്തിന്റെ കൊമ്പ് മുറിച്ചു മാറ്റിയിരുന്നു, അതാണ് ഇവിടെ നിനക്ക് സ്വർഗത്തിൽ ആദരവ് ലഭിക്കുവാനുള്ള കാരണം എന്താണ്? എങ്കിൽ നമ്മുടെ ടാക്സിലെ വെള്ളം മറ്റുള്ളവന്റെ വീട്ടിലേക്ക് ബുദ്ധിമുട്ടായി മാറുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, സ്വർഗം തടയുവാനുള്ള ഒരു കർമ്മമായി അത് മാറാൻ സാധ്യതയുണ്ട് എന്നൊരു ചിന്ത നമ്മൾ നടത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, വത്തഖു, നിങ്ങൾ സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കണം? മനുഷ്യരുടെ വഴികളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൽ നിങ്ങൾ സൂക്ഷിക്കണം എന്ന പ്രയോഗം നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് റോഡുകൾ, വഴികൾ ഒക്കെ നാം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ എന്റെ പ്രവർത്തനം മാറുമോ എന്നൊരു ചിന്ത നമ്മൾ നടത്തേണ്ടതുണ്ട്. ഈ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം.
ഒരു വിത്ത് നടാൻ ശ്രദ്ധിക്കണം, മരങ്ങളെ സംരക്ഷിക്കാൻ ശ്രദ്ധിക്കണം. അത് ഖിയാമത്ത് നാളിന്റെ വിളി കേൾക്കുകയാണെങ്കിൽ പോലും, ഖിയാമത്ത് നാളിന്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ പോലും നീ ഒരു ചെടി നടണം എന്ന് പഠിപ്പിച്ചത് പ്രകൃതിയുടെ ഭാഗമായിട്ടാണ് എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹു ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസല്ലല്ലാഹു അലാ ഖതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. യാ അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസീകും സാനിയൻ ബിത്തഖ്വല്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങുന്നവരാണ് നമ്മൾ എല്ലാവരും എന്ന ബോധത്തോടു കൂടി അമലുകളെ പരിപൂർണമായും നിയന്ത്രിക്കണേ എന്ന് ഒന്നുകൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഏത് വിഷയം വരുമ്പോഴും ഇസ്ലാമിനെ എതിർക്കുവാൻ അതിന്റെ ശത്രുക്കൾക്ക് പോലും സാധിക്കുകയില്ല. കാരണം ഏത് മേഖല നോക്കിയാലും ഇസ്ലാമിന്റെ കയ്യൊപ്പില്ലാത്ത ഒരു മേഖല ഇല്ല. പരിസ്ഥിതിയെ കുറിച്ച് പറയുമ്പോഴും, പ്രകൃതിയെ കുറിച്ച് പറയുമ്പോഴും, അയൽപക്ക ബന്ധങ്ങൾ പറയുമ്പോഴും, ബാത്റൂമിലെ വിഷയമാണെങ്കിലും, ഒരു മനുഷ്യൻ എത്ര മണിക്ക് എഴുന്നേൽക്കണം എന്നുള്ള വിഷയമാണെങ്കിലും, ആരോഗ്യ വിഷയമാണെങ്കിലും, കുടുംബജീവിതമാണെങ്കിലും എല്ലാത്തിലും ഇസ്ലാം ഇടപെട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഭൗതികമായ വിഷയമാണ് എന്ന് തോന്നുന്ന മേഖലയിൽ പോലും ഇസ്ലാം ഇടപെട്ടു. ഇസ്ലാം ഇടപെട്ടത് റസൂലുള്ളാഹി പറഞ്ഞ ആ പ്രയോഗമാണ്, ഒരു മനുഷ്യനായി ജീവിക്കുവാനുള്ള എല്ലാം അല്ലാഹു റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ പാത്രം കാലിയാണെങ്കിൽ അത് കമിഴ്ത്തി വെക്കണം എന്ന് പറഞ്ഞു. ചിലപ്പോ പല്ലിയൊക്കെ അതിൽ കഷ്ടിക്കാം, മൂത്രയിക്കാം, എന്തോ ആവാനും കമിഴ്ത്തി വെക്കണം, അല്ലെങ്കിൽ അടച്ചു വെക്കണം. ഇത്ര സൂക്ഷ്മമായി പറഞ്ഞു. നിങ്ങൾ കിടക്കുമ്പോൾ വിരിപ്പുകൾ കുടയണം, ചെരുപ്പ് ധരിക്കുമ്പോൾ ഷൂ ആണെങ്കിൽ അത് കുടയണം എന്നൊക്കെ പറഞ്ഞു. വെള്ളം ഒറ്റയടിക്ക് കുടിക്കാൻ പാടില്ല, മുറിച്ച് മുറിച്ച് കുടിക്കണം എന്ന് പറഞ്ഞു, അല്ലെ? അതേപോലെ അങ്ങനെ കുറെ നിർദ്ദേശങ്ങൾ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ മേഖലയിലൊക്കെ ഇന്ന് ആരോഗ്യ മേഖലകളോ മനഃശാസ്ത്ര വിദഗ്ധന്മാരോ ഒക്കെ അവരൊക്കെ പഠനങ്ങൾ നടത്തുകയും ഇസ്ലാം പറഞ്ഞ അഭിപ്രായങ്ങൾ അവർ പറഞ്ഞു. പക്ഷെ ഇസ്ലാം പറഞ്ഞതാണ് ശരി എന്നവർ പറയില്ല, അതിന്റെ ആവശ്യം നമുക്കില്ല, അവര് പറയില്ല. പക്ഷെ ആ മേഖലയൊക്കെ ആരും തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല. എന്നാലും ഇതൊക്കെ പറഞ്ഞത് ഇസ്ലാമാണല്ലോ, അത് പ്രചരിപ്പിച്ചത് പ്രവാചകന്മാരാണല്ലോ, അതിന്റെ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണല്ലോ. അപ്പൊ റസൂലുള്ളാഹിയെ കരിവാരി തേച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒഴുക്ക് തടയാൻ പറ്റും. ഒരു ഗിബൽസിയൻ തന്ത്രമാണത്. ഒരു വ്യക്തിയുടെ ആദർശത്തെ അംഗീകരിക്കാതിരിക്കാൻ ആ വ്യക്തിയെ അടച്ചാക്ഷേപിക്കുകയും വ്യക്തിയെ മോശക്കാരനായി ചിത്രീകരിക്കുകയും ചെയ്യുക, അതൊരു തന്ത്രമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വർഷങ്ങളായി വളരെ മോശമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, എന്തൊക്കെയോ പ്രചരണങ്ങൾ. എന്നാൽ സമൂഹത്തിന് മുന്നിൽ നമ്മൾ പല സ്ഥലങ്ങളിലും ചില സ്ഥാപനങ്ങളിൽ ചുമരെഴുത്ത് കണ്ടിട്ടുണ്ടാവും, അല്ലെ? പലരും, പല ആളുകളും മഹത്വചനങ്ങൾ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വചനങ്ങൾ, നബി സല്ലല്ലാഹു എല്ലാം മഹത്വചനമാണ്. നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കാൻ തയ്യാറായാൽ ഈ പ്രശ്നം ഏറെക്കുറെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സ്റ്റാറ്റസുകളും നമ്മുടെ സംസാരങ്ങളും ആ രൂപത്തിലാക്കണം എന്ന ഒരു ഉറപ്പെടുത്തൽ കൂടി നടത്തുകയാണ്. ഇതിന്റെ ഭാഗമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവ മൂല്യങ്ങളുടെ, മനുഷ്യ മൂല്യങ്ങളുടെ നേർസാക്ഷ്യം എന്ന വിഷയത്തിൽ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മറ്റന്നാൾ ഞായറാഴ്ച വൈകുന്നേരം 4:30 മണി മുതൽ നമ്മുടെ തൊട്ടടുത്ത സ്റ്റേഡിയം കോർണറിൽ മഴ ഉണ്ടാവുകയാണ്, ജവഹർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആ പരിപാടി നടക്കുന്നതാണ്. പ്രമുഖ പണ്ഡിതന്മാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതിന്റെ പ്രചരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാനവ മൂല്യങ്ങളുടെ നേർസാക്ഷ്യം എന്ന വിഷയത്തിലുള്ള ആ പരിപാടിയുടെ പ്രചരണം ഏറ്റെടുക്കണം എന്ന് ഓർമ്മിപ്പിക്കാൻ. റസൂലുള്ളാഹിയുടെ ജീവിതം, റസൂലുള്ളാഹിയുടെ പെരുമാറ്റം, റസൂലുള്ളാഹിയുടെ കാരുണ്യം, റസൂലുള്ളാഹിയുടെ സഹാനുഭൂതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തെറ്റുകളെ തിരുത്തിയ ശൈലി, ഓരോന്നും നമ്മൾ പഠിക്കേണ്ടതാണ്. റസൂൽ തെറ്റുകളെ തിരുത്തിയ ശൈലി വലിയൊരു പഠന വിഷയമാക്കേണ്ടത്, അല്ലെ? പള്ളിയിൽ മൂത്രമൊഴിച്ച ഒരു മനുഷ്യൻ, അതിനേക്കാൾ വലിയ തെറ്റ് വേറെ ഉണ്ടോ? ഇല്ല.
പള്ളിയിൽ മൂത്രമൊഴിച്ച ഒരു മനുഷ്യൻ സഹാബികൾ ചൂടാവുകയാണ്. അപ്പൊ റസൂലുള്ള പറഞ്ഞു ഉണ്ടായിരിക്കും ആൾ ചെയ്യട്ടെ അല്ലെ. ആ ഒരു രംഗം ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ സ്വപ്നത്തിൽ കാണാൻ പറ്റുമോ? ഉണ്ടായിരിക്കുന്നു പറഞ്ഞു. മൂത്രമൊഴിച്ച ശേഷം റസൂലുള്ള പറയാണ് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നു. റസൂലുള്ള അത് ഒഴിക്കുകയാണ് അല്ലെ, ഒഴിക്കാൻ കൽപ്പിക്കുകയാണ്. അങ്ങനെ വെള്ളം ഒഴിക്കുന്നു. ശേഷം ആ മനുഷ്യന്റെ ഷോൾഡറിൽ കൈവച്ച് ചുമലിൽ കൈവച്ച് പറയാൻ ഇത് പള്ളിയാണ്, എടാ ഈ പണിയൊന്നും പറ്റൂല എന്ന് ഉപദേശിക്കുകയാണ്. ആ മനുഷ്യനെ വിടുകയാണ്. ഈ ഒരു രംഗം എങ്ങനെയാണ് തെറ്റുകൾ തിരുത്തേണ്ടത്? ഇന്ന് ആധുനിക മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്നത് അധ്യാപകർ അടിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ഈ രൂപത്തിലെ തത്വങ്ങള് അത് അല്ലാഹു റസൂൽ അന്നേ അങ്ങനെ ചെയ്തിട്ടുള്ളത്, അന്നേ ചെയ്ത് അങ്ങനെയായിരുന്നു. അപ്പൊ ആ രൂപത്തിൽ കൃത്യമായി ഏതൊരു മേഖലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൃത്യമായ ഒരു മനഃശാസ്ത്ര സമീപനമായിരുന്നു റസൂലുള്ളാഹിയുടെ 23 കൊല്ലക്കാലത്തെ ജീവിതം. അതുകൊണ്ടാണ് അനസ് റളിയല്ലാഹു അടിമയായിരുന്ന അനസ് റളിയല്ലാഹു ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നോളാന്ന് പറയാനുള്ള കാരണം അതാണല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ രൂപത്തിൽ റസൂലുള്ളാഹിയുടെ ജീവിതം, മനഃശാസ്ത്രപരമായ സമീപനം ആ രൂപത്തിൽ തന്നെ നമ്മൾ പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാം കാണുന്ന അള്ളാഹുവേ, എല്ലാം അറിയുന്ന അള്ളാഹുവേ, എല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവേ, നമ്മുടെ ജീവിതം പരിപൂർണമായും ഈമാനുള്ളതാക്കി മാറ്റിത്തരണേ അള്ളാഹ്. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ച് മരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من تبع الهدى إلى يوم الدين.